ഫ്രണ്ട്സ്, നിങ്ങൾ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് BGMI കളിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് നോക്കുന്നത് 15,000 രൂപ താഴെ എങ്കിൽ അങ്ങനെ ഒരു ഫോൺ ഉണ്ട്. ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് ഏകദേശം 90 FPS അടുത്ത് BGMI കളിക്കാനായിട്ട് പറ്റും. ഈ ഒരു ഫോൺ വെറും 15,000 രൂപ താഴെ പ്രൈസും വരുന്നുള്ളൂ. ഫോൺ ഏതാണെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്? ഫോൺ വേറെ ഇതൊന്നല്ല ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കാണുന്ന റിയൽമിയുടെ P4X എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോണിലാണ് നമ്മൾക്ക് BGMI ഏകദേശം 90 FPS അടുത്ത് വരെ കളിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഫോണിൽ BGMI കളിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാനും കൂടാതെ ഈ ഒരു ഫോണിന്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ അധികം പറഞ്ഞ സമയം കളയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കം ഓൺ. ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ നോക്കിയാൽ നല്ല പ്രീമിയം ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കോഡ് കർവ്ഡ് എയറോസ്പേസ് ബിൽഡ് ആണ് ഇതിൽ വരുന്നത്. കൂടാതെ മിലിറ്ററി ഗ്രേഡും IP64ഉം ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഈ ഒരു റിയൽമി P4X. ഇനി ഒരു ഫോണിന്റെ ഡിസ്പ്ലേനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് പാനലാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. കൂടാതെ 144 Hz റിഫ്രഷ് റേറ്റും അതിനൊപ്പം തന്നെ 1000 നിറ്റ്സ് ബ്രൈറ്റ്നസും ഈ ഒരു ഫോണിലൂടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഡിസ്പ്ലേന്ന് കിട്ടുന്നുണ്ടെന്ന്. ഇനിയാണ് ഈ ഒരു ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള ബാറ്ററി. ഈ ഒരു ഫോണിൽ 7000 mAh ടൈറ്റൻ ബാറ്ററി ആണ് റിയൽമി കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഇതിൽ നമ്മൾ ഗെയിം കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 12 മണിക്കൂർ കളിക്കാൻ പറ്റുന്നതാണ് അവർ പറയുന്നത്. കാരണം 7000 mAh ബാറ്ററി ഉണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കേസിൽ പേടിക്കണ്ട. ഇനിയാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോണിന്റെ പ്രൊസസർ. ഈ ഒരു ഫോണിൽ വരുന്നത് MediaTek Dimensity 7400 അൾട്രാ ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കേടില്ലാണ്ട് ഈ ഒരു ഫോണിൽ നമുക്ക് ഗെയിമുകളൊക്കെ കളിക്കാൻ സാധിക്കും. കൂടാതെ ഫോൺ ഓവർ ഹീറ്റ് ആവാണ്ടിരിക്കാനായിട്ട് 5300 mm² VC കൂളിംഗ് സിസ്റ്റവും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫോണിന്റെ സ്പെക് ഒക്കെ ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഗെയിം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ നമ്മൾ PUBG കളിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ആസ്ഫാൾട്ടും. എന്തായാലും നമുക്ക് ഇത് കളിച്ച് നോക്കാം. എന്നിട്ട് എത്രത്തോളം സ്മൂത്ത് പറയുന്ന പോലെ 90 FPS ഒക്കെ നമുക്ക് ഒരു ഫോണിൽ PUBGയിൽ കിട്ടുന്നുണ്ടോ, ആസ്ഫാൾട്ട് എങ്ങനെയുണ്ട്, എല്ലാം നമുക്ക് നോക്കാം. അങ്ങനെ ആദ്യം തന്നെ ഞാൻ കളിച്ചത് നമ്മുടെ BGMI ആണ്. BGMIയുടെ കേസിൽ വരുമ്പോൾ ഞാൻ സൂപ്പർ സ്മൂത്തില് എക്സ്ട്രീം പ്ലസ് ആണ് ഇട്ടിരുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആദ്യം ഫുൾ മാപ്പ് ആണ് ഞാൻ കളിച്ചത്. ആ ഒരു ഫുൾ മാപ്പിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല സ്മൂത്തിൽ ഗെയിം കളിക്കാനായിട്ട് ഇവിടെ പറ്റുന്നുണ്ട്. എവിടെയും ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ട്സ്. ഏകദേശം 90 FPS അടുത്ത് വരെ എനിക്ക് ഫ്രെയിം റേറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഗെയിം പ്ലേ കളിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ. കാരണം അത്ര സ്മൂത്ത് തന്നെ ആയിട്ട് ഈ ഒരു ഫോണിൽ ഗെയിം വർക്ക് ആവുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ TDM കളിച്ചു നോക്കി. TDM എനിക്ക് ശരിക്കും സൂപ്പർ ആയിട്ട് കളിക്കാൻ പറ്റി. കാരണം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TDM നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ആയത്. എവിടെയും ഒരു ലാഗ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കില്ലുകൾ എടുക്കണൊക്കെ കാണാൻ സാധിക്കും. അടിപൊളിയായിട്ട് കളിക്കാനായിട്ട് സാധിച്ചു. TDM-ലും അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ഒരു PUBG എന്ന് പറഞ്ഞ ഗെയിം 15,000 രൂപ താഴെ വരുന്ന ഈ ഒരു ഫോണിൽ വർക്ക് ആയിട്ടുണ്ട്. ഇനി ആസ്ഫാൾട്ടിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഗ്രാഫിക്സ് ആണ് ഇട്ടിരുന്നത്. എന്നിട്ടാണ് ഞാൻ ഈ ഒരു ഗെയിം കളിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ട് തന്നെയാണ് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം അത്ര അടിപൊളിയായിട്ട് ഈ ഒരു ഗെയിമിന്റെ ഔട്ട് നമുക്ക് സ്ക്രീനിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിലുള്ള എഫക്ട്സ് ആയാലും അതുപോലെ ടെക്സ്റ്റേഴ്സ്, ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം മാക്സിമം ഈ ഒരു പ്രൊസസർ അല്ലെങ്കിൽ ഈ ഒരു 15,000 രൂപ താഴെ വരുന്ന ഫോൺ എത്രത്തോളം തരും അത്രത്തോളം ഈ ഒരു ഗെയിമിൽ തന്നിട്ടുണ്ട്. എവിടെയും ഒരു ലാഗ് ഫീൽ ചെയ്യണ്ടായിരുന്നില്ല. ഈ ഒരു ഗെയിമും ഏകദേശം 60 FPS അടുത്ത് എനിക്ക് കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ആസ്ഫാൾട്ടിന്റെ കേസിലും ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. അടിപൊളിയായിട്ട് ഈ ഒരു ആസ്ഫാൾട്ട് ഗെയിമും എനിക്ക് ഈ ഒരു റിയൽമി P4X കളിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ നമ്മൾ 2 ഗെയിമും കളിച്ചു നോക്കി. PUBGനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ PUBG അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു 15,000 രൂപ താഴെയുള്ള ഫോണിലാണ് ഞാനിവിടെ PUBG കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര സ്മൂത്ത് ആയിട്ട് ആ ഒരു കാര്യത്തിൽ അടിപൊളിയാണ് ഈ ഒരു ഫോൺ. ആസ്ഫാൾട്ടിന്റെ കേസ് എടുത്ത് നോക്കിയാലും ആസ്ഫാൾട്ടും നമുക്ക് ഇതിൽ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 15,000 രൂപ താഴെ അത്യാവശ്യം ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ വേണമെങ്കിൽ പറ്റിയ ഓപ്ഷൻ തന്നെയാണ് റിയൽമിയുടെ ഒരു പുതിയ റിയൽമി P4X. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ റിയൽമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ ഈ ഒരു ഫോൺ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരു 15,000 രൂപ താഴെ ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ, അത്യാവശ്യം തിരക്കേടില്ലാത്ത ഗെയിം കളിക്കാൻ പറ്റുന്ന ഫോൺ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് ഈ ഒരു ഫോൺ സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഇത്രയുള്ളൂ. റിയൽമിയുടെ ഒരു ഫോൺ പുതിയതായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഒരു വീഡിയോ ചെയ്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.